മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ എഫേസോസ് 5:18 മുതൽ 20 വരെ വാക്യങ്ങൾ, Letter to Ephesians chapter 5 verse 18 to 20. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തി, മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യും. ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കും. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ദുഷിച്ച വാക്കുകളും പ്രവൃത്തികളും ഉപേക്ഷിച്ചാൽ മാത്രമേ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കുകയുള്ളൂ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കുകയും ഹൃദയത്തിൽ എപ്പോഴും കർത്താവിന് സ്തുതി പാടുകയും ചെയ്താൽ എല്ലാ ദുഷ്പരിചയങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കും. D.L. മൂഡി ഒരിക്കൽ ഈ ആശയം പഠിപ്പിക്കുവാനായി ഒരു ഉദാഹരണം പ്രദർശിപ്പിച്ചു. ഒരു പാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് അതിലുള്ള വായു മുഴുവനുമായി മാറ്റിക്കളയുവാൻ എന്താണ് മാർഗമെന്ന് ചോദിച്ചു. വായു ചേർത്ത് വെച്ച് വായു വലിച്ചെടുക്കാമെന്നും പമ്പ് കൊണ്ടവയെ പുറത്തു കളയാമെന്നും മറ്റും സദസ്യർ അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷെ അവയൊന്നും പൂർണ്ണമായ ഫലം തരികയില്ലെന്ന് എല്ലാവരും സമ്മതിച്ചു. മൂടി മറ്റൊരു പാത്രത്തിൽ നിന്ന് ഉയർത്തി പ്രദർശിപ്പിച്ച പാത്രം നിറച്ച് വെള്ളം പകർന്നു. ഇനി പാത്രത്തിൽ ലേശം പോലും വായു ഇല്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഹൃദയത്തിലെ ദുസ്വഭാവം മാറിക്കിട്ടണമെങ്കിൽ അതിന് പകരമായി നന്മകൾ നിറയ്ക്കണം. നല്ല വിഷയങ്ങൾ വായിക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്താൽ ചീത്ത വാക്കുകൾ നമ്മിൽ നിന്ന് പുറപ്പെടുകയില്ല. എല്ലാ ദിവസവും തിരുവചനം വായിക്കുകയും ധ്യാനിക്കുകയും ക്രൈസ്തവ ജീവിതം നയിക്കുന്നവരുമായി കൂട്ടായ്മ ഉണ്ടായിരിക്കുകയും ചെയ്താൽ നാം വഴുതിപ്പോകുകയില്ല. ഇരുള് മാറ്റുവാൻ വെളിച്ചം പ്രവേശിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും.